പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 30. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെയും പുതിയ മേധാവിമാരെ നിയമിച്ചു. ലേറ്റസ്റ്റ് ആയിട്ട് ഏത് സംസ്ഥാനമാണ് സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്നും 21 വയസ്സായി ഉയർത്തിയിട്ടുള്ള ബിൽ പാസ്സാക്കിയിട്ടുള്ളത്? അണ്ടർ-20 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള രാജ്യം? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 30. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്താണ്? സമുദ്രപ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി, അതായത് ICGക്ക് വേണ്ടി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരാണ് സമുദ്രപ്രതാപ്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി സമുദ്രപ്രതാപ് എന്ന ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ രാജ്യത്തെ കടൽ തീരത്തെ എണ്ണ ചോർച്ച പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പൽ ആണ് INS സമുദ്രപ്രതാപ് എന്ന ഈ ഒരു കപ്പൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി 583 കോടി രൂപയ്ക്ക് 2 മലിനീകരണ നിയന്ത്രണ കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് കരാർ ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ ഒരു കപ്പൽ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി സഞ്ജയ് സേത്തിന്റെ പ്രസൻസിൽ ശ്രീമതി നീത സേത് ആണ് കപ്പലിന് സമുദ്രപ്രതാപ് എന്ന് പേരിട്ടിട്ടുള്ളത്. ഇതിന്റെ ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെയാണ്. 2024 ഓഗസ്റ്റ് 29 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത രണ്ടാമത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിയുടെ പേര് INS അരിഘട്ട്. അപ്പോൾ ഇന്നലെ ഓഗസ്റ്റ് 29 ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ന്യൂക്ലിയർ ട്രയാഡ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ആണവോർജ മിസൈൽ അന്തർവാഹിനി കപ്പൽ കമ്മീഷൻ ചെയ്തു. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ പ്രസൻസിലാണ് വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ രണ്ടാമത്തെ അന്തർവാഹിനിയായി ആണവോർജ മിസൈൽ അന്തർവാഹിനി കപ്പൽ INS അരിഘട്ട് എന്ന ഈ ഒരു കപ്പൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അരിഹന്ത് ക്ലാസ്സിൽ 5 കപ്പലുകളാണ് നിർമ്മിക്കാനുള്ള ഓർഡർ. ഇതിലെ രണ്ടാമത്തെ കപ്പൽ ആണ് INS അരിഘട്ട്. ആദ്യത്തെ കപ്പലിന്റെ പേരാണ് INS അരിഹന്ത്. രണ്ടാമത്തേതാണ് ഇപ്പോൾ INS അരിഘട്ട്. INS അരിഘട്ട് ഇതൊരു ന്യൂക്ലിയർ പവർ മിസൈൽ സബ്മറൈൻ ആണ്. CAA പ്രകാരം ഇന്ത്യൻ പൗരത്വം നേടിയ ആദ്യ ഗോവക്കാരനായ ജോസഫ് ഫ്രാൻസിസ് പെരേര ഏത് രാജ്യക്കാരനാണ്? പാകിസ്ഥാൻ. ഗോവയിൽ പൗരത്വ ഭേദഗതി നിയമനത്തിന് കീഴിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ആദ്യ വ്യക്തിയായിട്ട് മാറി പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള ജോസഫ് ഫ്രാൻസിസ് എ പെരേര. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 28 പനാജിയിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടുള്ളത്. CAA പ്രകാരം, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പ്രകാരം ഇപ്പോൾ ഏതാണ്ട് 300ഓളം പേരാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. റെയിൽവേ ബോർഡിന്റെ ആദ്യ ദളിത് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആരാണ്? സതീഷ് കുമാർ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമനം, അതായത് റെയിൽവേ ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചെയർമാനുമായിട്ട് സതീഷ് കുമാറിനെ നിയമിച്ചു. ഇപ്പോൾ നിലവിൽ റെയിൽവേ ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചെയർമാൻ ആണ് ജയ വർമ്മ സിൻഹ. ഈ വരുന്ന 31, അതായത് നാളെ ജയ വർമ്മ സിൻഹയുടെ കാലാവധി അവസാനിക്കുകയാണ്. ഈ ഒരു സ്ഥാനത്തേക്കാണ് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ഓഫീസർ ആയിട്ടുള്ള സതീഷ് കുമാറിനെ ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് റെയിൽവേ ബോർഡിൽ നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം റെയിൽവേ ബോർഡിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ദളിത് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 1 ജയ വർമ്മ സിൻഹ റെയിൽവേ ബോർഡിൽ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് നിയമിതനായിട്ടുള്ളത്. ആദ്യത്തെ ഒരു വനിതയായിരുന്നു ജയ വർമ്മ സിൻഹ. ഇപ്പോൾ ആദ്യത്തെ ഒരു ദളിത് ആണ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുന്നത്. ഇത് സതീഷ് കുമാറാണ്. 2024 ഓഗസ്റ്റ് 28 സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ മേധാവിയായി ആരാണ് നിയമിതനായത്? രജ്വിന്ദർ ഭട്ടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ചീഫ് ആയിട്ട് രജ്വിന്ദർ ഭട്ടിയെ നിയമിച്ചു. CISF എന്നാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. 55 വർഷം മുമ്പ്, അതായത് 1969 മാർച്ച് 10 CISF രൂപീകൃതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതാണ്ട് 1,63,000 പ്ലസ് ആക്റ്റീവ് മെമ്പേഴ്സ് ആണ് CISFൽ ഉള്ളത്.
2024 ഓഗസ്റ്റ് 28 ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ദൽജിത് ചൗധരി. BSFന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്, അതായത് പുതിയ ഡയറക്ടർ ജനറൽ ദളിത് ചൗധരിയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറൽ. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സ്ഥാപിതമായിട്ടുള്ളത് 1965 ഡിസംബർ 1 ഏതാണ്ട് 2,70,000 ആക്റ്റീവായിട്ടുള്ള അംഗങ്ങളാണ് BSFൽ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? കാർത്തിക് വെങ്കിട്ടരാമൻ. ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള കാർത്തിക് വെങ്കിട്ടരാമൻ രണ്ടാമത്തെ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കി. കാർത്തിക് വെങ്കിട്ടരാമൻ 2015 ഫിഡെ മാസ്റ്ററും 2018 ഇന്റർനാഷണൽ മാസ്റ്ററും 2018 അതേ വർഷം തന്നെ ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുള്ള ചെസ് താരമാണ് കാർത്തിക് വെങ്കിട്ടരാമൻ. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കി. 2024 ഓഗസ്റ്റ് 27 സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്നും 21 വയസ്സായി ഉയർത്തുന്നതിനുള്ള ഏത് സംസ്ഥാന നിയമസഭയാണ് പാസാക്കിയത്? ഹിമാചൽ പ്രദേശ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഹിമാചൽ പ്രദേശ് സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്നും 21 വയസ്സായിട്ട് ഉയർത്തി. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംസ്ഥാനമായിരിക്കാം 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കുന്ന ഈ ഒരു നിയമം പാസാക്കിയിട്ടുള്ളത്. അണ്ടർ-20 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയിച്ചത് ആരാണ്? ബംഗ്ലാദേശ്. ഈ കഴിഞ്ഞ, അതായത് ഇന്നലെ നടന്നിട്ടുള്ള അണ്ടർ-20 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത് ബംഗ്ലാദേശ് ആണ്. 4-1 നേപ്പാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അണ്ടർ-20 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ബംഗ്ലാദേശ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഓഗസ്റ്റ് 29 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. 2024 ഓഗസ്റ്റ് 28 ചള്ള ശ്രീനിവാസലു ഷെട്ടി ഏത് ബാങ്കിന്റെ ചെയർമാനായി ചുമതലയേറ്റു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കഴിഞ്ഞ 2-3 പ്രാവശ്യം കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. എന്നാൽ ഇന്നലെയായിരുന്നു ചള്ള ശ്രീനിവാസലു ഷെട്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന സ്ഥാനത്ത് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ബാങ്കിംഗ് മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്ഥാപിതമായിട്ടുള്ളത് 1955 ജൂലൈ 1 ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്താണ്? സമുദ്രപ്രതാപ്. 2024 ഓഗസ്റ്റ് 29 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത രണ്ടാമത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിയുടെ പേര് INS അരിഘട്ട്. CAA പ്രകാരം ഇന്ത്യൻ പൗരത്വം നേടിയ ആദ്യ ഗോവക്കാരനായ ജോസഫ് ഫ്രാൻസിസ് പെരേര ഏത് രാജ്യക്കാരനാണ്? പാകിസ്ഥാൻ. റെയിൽവേ ബോർഡിന്റെ ആദ്യ ദളിത് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആരാണ്? സതീഷ് കുമാർ. 2024 ഓഗസ്റ്റ് 28 സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ മേധാവിയായി ആരാണ് നിയമിതനായത്? റജ്വിന്ദർ ഭാട്ടി. 2024 ഓഗസ്റ്റ് 28 ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ദൽജിത് സിംഗ് ചൗധരി. ഇന്ത്യൻ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? കാർത്തിക് വെങ്കിട്ടരാമൻ. 2024 ഓഗസ്റ്റ് 27 സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്നും 21 വയസ്സായി ഉയർത്തുന്നതിനുള്ള ബിൽ ഏത് സംസ്ഥാന നിയമസഭയാണ് പാസാക്കിയത്? ഹിമാചൽ പ്രദേശ്. അണ്ടർ-20 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയിച്ചത് ആരാണ്? ബംഗ്ലാദേശ്. ഇന്ന് ഓഗസ്റ്റ് 30 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ദേശീയ കായിക ദിനം ഏത് കായിക താരത്തിന്റെ ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കാണ് ആഘോഷിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കിയെടുക്കും. നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.